ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും യൂട്യൂബിൽ വന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് അയർലൻഡിലെ മുള്ളൻഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു ലേക്കുണ്ട്. ആ ലേക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ സംഭവമാണ് ഇവിടുത്തെ ലേക്ക്. ഓക്കെ, ഇപ്പം ഞാനും ഉണ്ട്, ഞങ്ങളുടെ കുറേ ആൾക്കാരും ഉണ്ട്. അവരെല്ലാവരും ഒന്ന് ജസ്റ്റ് വെളിയിലോട്ട് പോയി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് സ്ഥലം. ഓക്കെ, അപ്പം ഞങ്ങളുടെ കൂടെ വേറൊരു പയ്യനൂടെ ഉണ്ട്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ സീനറി. നല്ല രസമല്ലേ കാണാൻ? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുൾഗൻഗർ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ലേക്ക് ഞങ്ങൾ കാണാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ സീനറി. ആകാശത്ത് ചന്ദ്രൻ നിൽക്കുന്നുണ്ട്, ഒരു ചെറിയൊരു തേങ്ങാപ്പൂള് പോലെ. ഓക്കെ, ഇതുണ്ടോ? വണ്ടിക്കകത്തുണ്ട്. ഇവിടെ ഇങ്ങനെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വേസ്റ്റ് ഇടാനുള്ള സെറ്റപ്പും കാര്യങ്ങളും. അതുപോലെ ഇവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ ഇങ്ങനെയാണ് പോകുന്നത്. വരുന്ന പുള്ളിക്കാരി നമ്മുടെ കൂടെ തന്നെ വന്നതാണ്. ഇപ്പോൾ അവരൊന്ന് പോയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് താഴെ വരെ ഒന്ന് പോയിട്ട് വരാം. ഇതാണ് പോകുന്ന വഴി. ഇവിടുത്തെ റോഡും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പക്കയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എന്നുണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ കിട്ടുമോ? ഒരിക്കലും കിട്ടുകയില്ല. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ മൊത്തം നീറ്റ് ആൻഡ് ക്ലീൻനെസ് ആണ്. ഒരു ചെറിയൊരു എന്താ പറയുക, നമ്മുടെ നാട്ടിലെ പോലെ ചുമ്മാ തുപ്പിയോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. നല്ല രസമായിട്ട് നല്ല വ്യൂ ആണ്, നല്ല രസമാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. കുറേ പേര് പട്ടികളെയൊക്കെ ആയിട്ട് വരുന്നു പോകുന്നു. അങ്ങനെ ഒരു നല്ലൊരു സൺസെറ്റാണ്. മരങ്ങളൊക്കെ ആണെങ്കിലും ഇങ്ങനെ കാണാൻ എന്ത് രസമാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് താഴെ വഴി ഒന്ന് പോയിട്ട് വരാം. ഓക്കെ, Hi, how are you? Fine. Oh. അങ്ങനെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരെണ്ണം എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇത് ഒരു ചെറിയൊരു പാത്ത് വേ ആണ്. ഓക്കെ, ഇതുണ്ട്, ഇങ്ങനെ ഒരു ചെറിയ പാത്ത് വേ ആണ് ഈ കാണുന്നത്. ഈ പാത്ത് വേയുടെ തൊട്ട് താഴെ കാണുന്നത് ഒരു റെയിൽവേ പാളമാണ്. ഇത് കണ്ടോ, ഒരു റെയിൽവേ ക്രോസ് ഇതുവഴി പോകുന്നുണ്ട്. ഇങ്ങനെ അങ്ങ് പോവുകയാണ് ആ റെയിൽവേ ക്രോസ്. അതിനുശേഷം നമ്മളിവിടുന്ന് ഇങ്ങനെ ഈ ചെറിയ പാത്ത് വേ കൂടെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ലേക്കാണ് കാണുന്നത്. എന്ത് രസമാണല്ലേ കാണാൻ. കുറേ ടൂറിസ്റ്റുകൾ വന്നും പോയി ഒക്കെ ഇരിപ്പുണ്ട്. ഹായ്, കണ്ടോ? ഇങ്ങനെ താഴോട്ട് പോകാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കയ്യും കാലുമൊക്കെ കോച്ചി പിടിക്കുകയാണ്, നല്ലതുപോലെ കോച്ചി പിടിക്കുന്നുണ്ട്. ഇവിടേക്ക് ആണെങ്കിലും ഇതേ ഇങ്ങനെ ഇരിക്കാനും ഒക്കെയുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെയൊക്കെ സൗകര്യമുണ്ട്. ഇവിടെ സ്ഥലം കുറവായിട്ട് പോലും ഇവിടെയൊക്കെ ഇത്രയും നല്ല സെറ്റപ്പിൽ നല്ല അടിപൊളിയായിട്ട് ഇവർ ചെയ്ത് ഇട്ടിരിക്കുകയാണ് ഈ സ്ഥലം. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെയൊക്കെ ഒരു സെറ്റപ്പിൽ രീതിയിൽ ചെയ്യുമായിരുന്നെങ്കിൽ എന്ത് ടൂറിസ്റ്റുകളും ഒക്കെ വന്നേനെ അല്ലേ. നോക്കി, ഇതുകൊണ്ട് ഇവിടെ നിന്നാണെങ്കിൽ നമുക്കിങ്ങനെ നടന്ന് വെള്ളത്തിൻ്റെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടോ അവിടെ പോയി അതിൻ്റെ മണ്ടയിൽ പോയി നമുക്ക് സൺസെറ്റ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വ്യൂ കിട്ടുന്നൊരു സ്പേസാണിത്. നമുക്ക് പിള്ളേരെയൊക്കെ ആയിട്ടാണെങ്കിലും ഇവിടെ വരാൻ നല്ല ശുദ്ധമായ വെള്ളമാണ്. ഇതുണ്ടോ, വെള്ളമൊക്കെ ആണെങ്കിലും കണ്ടോ, അങ്ങ് താഴെ വരെ നമുക്ക് നല്ല ക്ലിയറായിട്ട് കാണാം. കണ്ടോ, അടിപൊളിയല്ലേ?
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണും വരെ സൈനിങ് ഓഫ് ബില്ലു ഫ്രം അയർലാൻഡ്. ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ വെളിയിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈയും കാലും എല്ലാം കുളിരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഐസ് കട്ടയാകുന്ന രീതിയിലുള്ള തണുപ്പാണ്. ആ തണുപ്പത്താണ് നമ്മളിപ്പം ഇവിടം വരെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ അവിടുന്ന് ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് യാത്രയുണ്ടിത്. ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ വന്നു ജസ്റ്റ്. അപ്പം കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് താഴോട്ട് പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ സീനറിയും കാര്യങ്ങളും എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.